നടൻ കൃഷ്ണകുമാറിന് കുടുംബത്തിനെതിരെ വലിയ ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്കെതിരെ പരാതിയൊക്കെ കൊടുത്തിരിക്കുന്നു, പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവരും തിരിച്ചു പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഷോപ്പിൽ നിന്ന് പണം മോഷ്ടിച്ചു 3 ജീവനക്കാരികൾ ചേർന്നു എന്നുള്ളതാണ് ആരോപണം. രണ്ടാമത് ഈ കുടുംബത്തിനെതിരെ ആരോപണമുണ്ട്. ഇവർ ഈ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും ഈ പറയുന്ന ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെയാണ് പറയുന്നത്. അപമര്യാദയായിട്ടൊക്കെ പെരുമാറി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ പ്രശസ്തി ഉള്ളതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നതാണോ അതോ ഇതിൽ കഴമ്പുണ്ടാകുമോ? ഇതിൻ്റെ അടിസ്ഥാനം പണമാണ്. പണം മോഷ്ടിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. അതിന് പറയുന്ന തുകയുടെ കാര്യത്തിലാണ് വ്യത്യാസം. 69 ലക്ഷം രൂപയെന്ന് മറ്റേ കൃഷ്ണകുമാർ പറയുന്നു, അത്രയൊന്നുമില്ല. 8 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നു. അപ്പോൾ എന്തായാലും 69 ആയാലും 6 ലക്ഷമായാലും 69 രൂപയാണേലും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്ത്രീകൾ കബളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ യാഥാർത്ഥ്യം അങ്ങനെ നിലനിൽക്കെ പണം നഷ്ടപ്പെട്ടയാൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കും. അതിന് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് ഇരവാദം ഉന്നയിക്കാൻ വേണ്ടിയാണ്. അതിനിടെ മറ്റൊരു കാര്യം, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആൾ BJP നേതാവായി ഉയർന്നു വന്നു. BJPയിൽ വന്നെങ്കിലും പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അതിനുശേഷം ഒരു ഇമേജ് ഉണ്ടാക്കി. കൃഷ്ണകുമാർ ഒരു നടന്ന നിലയിലേക്കാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ നല്ല പേരുണ്ടാക്കി. എല്ലാവർക്കും സ്വീകാര്യനാണ്. ചിലപ്പോൾ ആ സ്വീകാര്യത അതിന് കളങ്കം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ ഇപ്പോൾ ഈ ജാതിക്കാർഡൊക്കെ ഇറക്കി പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം. ഇനി ഈ പെൺകുട്ടികളുടെ കാര്യം എടുക്കുക. 3 പെൺകുട്ടികൾ കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. QR കോഡ് മാറ്റിവെച്ച് പണം സ്വീകരിച്ചു. അവരതിന് വേറൊരു വെർഷൻ പറയുന്നുണ്ട്. GST കബളിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ അക്കൗണ്ടിലൂടെ മേടിക്കണം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പറഞ്ഞിട്ടില്ല എന്ന് കൃഷ്ണകുമാറും പറയുന്നു. അതിന് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പോലീസാണ് തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ നിയമപാലകർ അതിനെ സത്യം തെളിയിക്കട്ടെ. എന്തായാലും കൃഷ്ണകുമാർ ഇവരോടങ്ങനെ GST കബളിപ്പിക്കാൻ വേണ്ടി ഇവരുടെ അക്കൗണ്ടിൽ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പെൺകുട്ടികൾ ആദ്യം പറഞ്ഞു, ഞങ്ങളങ്ങനെ ചെയ്യില്ല, ഞങ്ങൾ രാജ്യവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു കളങ്കം രൂപപ്പെട്ടിരിക്കുന്നു. കാരണം ഇങ്ങനെ പറയുമ്പോൾ ശരി, ഇതിൻ്റെ പേരിൽ നമുക്കൂടെ കുറച്ച് അടിച്ചു മാറ്റാം, ഇല്ലേ? തികഞ്ഞ സത്യസന്ധരാണെങ്കിൽ പറയേണ്ടത് ഞങ്ങൾ ഈ പണിക്ക് നിൽക്കില്ല എന്ന് പറയാം. അപ്പോൾ അതിന് സമ്മതിക്കുമ്പോൾ കാശടിച്ചു മാറ്റണമെന്ന ലക്ഷ്യം തന്നെയാണ്. ഇനി 8 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ 8 ലക്ഷം രൂപയെ ഞങ്ങൾ മാറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ മാറ്റിയ പണത്തിൽ എത്രയോ ചെലവഴിച്ച് കാണും. 8 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണമെങ്കിൽ എത്രയോ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടാവണം. അതൊരു കോമൺ സെൻസിൻ്റെ ഭാഗം, നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന കാര്യമാണ്, ഇല്ലേ? അതെ. അപ്പോൾ പണത്തിൻ്റെ കണക്ക് അവിടെ നിൽക്കട്ടെ. പിന്നെ എങ്ങനെ കൃഷ്ണകുമാറിനെ അവഹേളിക്കാം? അതിനാദ്യത്തെ കാര്യമാണ് ജാതിക്കാർഡ്. കാരണം ജാമ്യം കിട്ടാത്ത വ്യവസ്ഥയിൽ കേസെടുക്കാം. ആ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുകയാണ്. കാണിക്കാവുന്ന വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരാളെ, അയാൾ ഉന്നത കുലജാതനാണോ എന്തുമായിക്കൊള്ളട്ടെ, അയാൾ ഞങ്ങളെ ജാതി പരമായി കൃഷ്ണകുമാർ നായരാണ്. കൃഷ്ണകുമാറിന്റെ ഭാര്യ ഈഴവയാണ്. ഇവരുടെ മക്കളെ കല്യാണം കഴിച്ചിരിക്കുന്നതൊക്കെ മറ്റു പല ജാതികളിൽ നിന്നൊക്കെ. അതെ, അവർക്ക് ജാതിയില്ല. അതെ. കൃഷ്ണകുമാറിൻ്റെ അടുത്ത സുഹൃത്താണ്. കൃഷ്ണകുമാറുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം ജാതിപരമായി ചിന്തിക്കുന്ന ആളല്ല. ഇപ്പോൾ BJP രാഷ്ട്രീയത്തിലേക്ക് വന്നെങ്കിൽ പോലും മറ്റു രാഷ്ട്രീയക്കാരെ അദ്ദേഹം വെറുക്കുന്നില്ല. ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. അപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഇമേജ് തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ജാതിക്കാർഡ് ഇറക്കി കളിക്കുന്നത്. അതിൽ ഒട്ടും യാഥാർത്ഥ്യമല്ല എന്ന് നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് നമുക്ക് പറയാൻ കഴിയും. ഈ പെൺകുട്ടികൾ ശരിക്കും കള്ളം കാണിച്ചിരിക്കുന്നു. അവരുടെ ഉള്ളിൽ കള്ളത്തരമുണ്ട്. അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ തെളിയിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ പോലീസാണ്. പക്ഷേ ഒരിക്കലും കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനെ ഒരു ജാതിക്കാർഡിൻ്റെ പേരിലോ അല്ലെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന് പറയുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. ഇതിനകത്ത് ഈ പെൺകുട്ടികൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് സാർ, അത് ശ്രദ്ധേയമാണ്.
അതായത് ഇവിടെ വീട്ടിൽ ഈ ഷോപ്പിലേക്ക് ഇവർ വരുമ്പോൾ ഇവരുടെ ഈ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ ചോദിക്കുമെന്ന്, നിങ്ങൾക്ക് ഐഫോൺ ഉപയോഗിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിക്കും. നിങ്ങൾ അവരുടെ ജാതി പറഞ്ഞിട്ട് നിങ്ങൾ ഈ ജാതിയിൽപ്പെട്ടവരല്ലേ എന്ന് പറയുമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ കൃഷ്ണകുമാറിൻ്റെ മരുമകൻ പൂവാലനാണ്, ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ. അതായത് ഇവർ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ കുറേ ആരോപണങ്ങൾ, ഇങ്ങനെയൊക്കെ പെരുമാറിയെന്നും. ഈ ആരോപണത്തിൽ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത എന്ന് ചോദിക്കുമ്പോൾ, യോഗ്യത എന്നായിരിക്കില്ല, നിങ്ങൾ ഐഫോണല്ലേ ഉപയോഗിക്കുന്നത് ചോദിച്ചു കാണാം. അത് നിങ്ങൾ പണം കബളിപ്പിച്ച് ഇവിടുന്ന് പണം കട്ടെടുത്തിട്ട് നിങ്ങൾ മേടിച്ചതല്ലേ എന്നുള്ള അർത്ഥം വന്നുകൂടി. ഉടനെ ഇവർ അതിന് വിവക്ഷിക്കുന്നത് എന്താ, ഞങ്ങൾ ജാതിയിൽ താഴ്ന്നവരാണ്, ഞങ്ങൾക്ക് ഐഫോൺ ഉപയോഗിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ഈ സ്ത്രീ പറഞ്ഞു എന്നല്ലേ പറയുന്നത്. അതെ, ഞാൻ പറയുന്നത് നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്നു, ഇവർ 10,000-നോ 15,000 രൂപയ്ക്കോ 25,000 രൂപയ്ക്കോ ശമ്പളത്തിനാണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്നൊരു ഐഫോൺ മേടിച്ച് അങ്ങനെ ഉപയോഗിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ പണം കട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഐഫോണല്ലേ, ഇത്ര വില കൂടിയ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് പണം, സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കില്ലേ. അതിനെ മറ്റൊരു കണ്ണിലൂടെ കാണുക, നീ ജാതിയിൽ താഴ്ന്നവളല്ലേ, നിനക്ക് എവിടെ നിന്നാണ് ഇത് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ നിനക്കെന്താണ് യോഗ്യത എന്ന് ചോദിച്ചെന്ന് പറയുമ്പോൾ അവിടെ ഇരവാദമായി. ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണകുമാറിൻ്റെ മക്കൾ അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. അവർ ഒരിക്കൽ പോലും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ജാതി പറഞ്ഞോ മതം പറഞ്ഞോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർക്കെതിരെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അവർക്കെതിരെ ഒരുപാട് അപവാദങ്ങളുമുണ്ട്. അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ സമൂഹത്തിലെ പെരുമാറ്റം, അത് സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നവർ അവർക്കുണ്ടാകുന്നൊരു ആരോപണം തന്നെയാണ്. അവരെന്ത് വസ്ത്രം ധരിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്, അത് സമൂഹമല്ല. എന്നാൽ ഇപ്പോൾ ഈ വിഷയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ വിഷയം വരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കൂ. രണ്ട് വിഭാഗമായിട്ട് മനുഷ്യർ തിരിയുകയാണ്. അവർ കൃഷ്ണകുമാറും മക്കളും കുടുംബവും ജന്മം കൊണ്ട് തന്നെ കുഴപ്പമാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാർ, ഇവൻ ജാതി അധിക്ഷേപം നടത്തിയെങ്കിൽ ഇവനെ തൂക്കിലിടണമെന്ന് പറയുന്ന കുറേ ആൾക്കാർ. അതാ ഞാൻ പറഞ്ഞത്, സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, അത് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ, ഈ യുഗത്തിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഈ കമൻ്റ് എഴുതുന്നവരും ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നവരും കുറച്ചൊക്കെ സത്യം അന്വേഷിക്കണ്ടേ? നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ മതിയെന്നേ. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കൃഷ്ണകുമാറോട് സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ഐഫോൺ ഉപയോഗിച്ചെന്ന് പറയുന്ന കാര്യവും കൃഷ്ണകുമാർ ഇങ്ങനെ ജാതി അധിക്ഷേപം നടത്തിയെന്നൊക്കെ പറയുന്നത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അത് ഇരവാദം ഉന്നയിക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഒരു കേസ് ഇങ്ങനെ വരുമ്പോൾ ഇവർ തട്ടിച്ചെടുത്ത ബാക്കി പണം കൊടുക്കണ്ട, അതെ, ഡിസ്പ്യൂട്ടായി മാറുമല്ലോ. അത് ഡിസ്പ്യൂട്ടായിട്ട് മാറും. അത് ചിലപ്പോൾ FIR ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോടതിയിലേക്ക് ആ കേസ് പോവുകയാണ്. ഇത് കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്, കോടതി തെളിയിക്കട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വരട്ടെ. അതിനുവേണ്ടിയുള്ള ഇരവാദം ഉന്നയിക്കലാണ്. അതല്ലാതെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇതിൽ തെറ്റുകാരനാണെന്ന് കാണാൻ എനിക്ക് സാധിക്കില്ല. പണം പോയ ഒരാളല്ല, അത് ഞാനാണെങ്കിലും പ്രിയനാണെങ്കിലും നമ്മുടെ പണം ഒരാൾ തട്ടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും, സ്വാഭാവികമാണ്. ഈ പെൺകുട്ടികൾ ചെയ്യേണ്ടത്, ഞങ്ങൾ ചെയ്തു പോയി കുറേയെങ്കിലും എടുത്തു എന്ന് പറയുന്നുണ്ട്, അതല്ല, ഞങ്ങൾ കൃത്യമായി ഇത്ര രൂപ എടുത്തിട്ടുണ്ട്, ജീവിത സാഹചര്യം ഞങ്ങൾ ഇങ്ങനെതായിരുന്നു, പണമില്ല, അതുകൊണ്ട് ചെയ്തു പോയതാണ്, ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ചെയ്തു പോയതാണ്, ഞങ്ങൾ സമാധാനമായിട്ട് തീർത്ത് ഇത് പരസ്യപ്പെടുത്തരുത്, ഞങ്ങൾ തിരിച്ചു തരാം, ഞങ്ങൾക്ക് ആവത് കഴിയുന്നത് പോലെ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ആദ്യഘട്ടത്തിൽ ഇവർ ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ മക്കളൊന്നും ഈ ദിയ എന്നാണ് പേര് മകളുടെ, അവരൊന്നും ഈ പറയുന്ന പെൺകുട്ടികളുടെ മുഖമൊന്നും കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഒന്നും വെളിയിൽ വിട്ടില്ലായിരുന്നു. പിന്നെയാണ് അവരെ പരമാവധി സംരക്ഷിച്ചുകൊണ്ടാണ് അവർ നിന്നത്. പിന്നെയാണ് അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ വെളിയിൽ പറയും. പിന്നെ അവർ മീഡിയയുടെ മുമ്പിൽ വന്നല്ലോ, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം, ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ കുറച്ച് പേര് ഇവരുടെ കൂടെ നിൽക്കും, ഈ 3 പെൺകുട്ടികളുടെ കൂടെ നിൽക്കും എന്നൊരു ധാരണയുള്ളത് കൊണ്ടാണ് അവരത് സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ടത്. ശരിയല്ലേ? അതെ.
അതും തന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇരവാദം ഉന്നയിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് മാപ്പ് പറയുക. പണം തരാനില്ലെങ്കിൽ അല്ലെ, കബളിപ്പിച്ചെടുത്തു, ചിലവായി പോയി, ബാക്കി ഞങ്ങൾ ജോലി ചെയ്ത് തീർത്തുകൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിച്ച് തരാമെന്ന് പറഞ്ഞ ഒരു സമാധാനിപ്പിക്കൽ നടത്തിയിരുന്നെങ്കിൽ പോലും കൃഷ്ണകുമാർ ഇങ്ങനെ പ്രതികരിക്കില്ല. ഇത് പണം അപഹരിച്ചെടുക്കുകയും പിന്നീട് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ തിരികുകയും ചെയ്തപ്പോൾ കൃഷ്ണകുമാർ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചിരിക്കുക. അതൊരു സ്വാഭാവിക പ്രതികരണം തന്നെയാണ്. അത് അയാൾക്കെതിരെ പ്രതികരിച്ചാൽ അയാൾക്ക് രാഷ്ട്രീയത്തിലുള്ള ഭാവി നമുക്ക് തച്ചുടയ്ക്കാൻ പറ്റുമെന്ന് ഈ പെൺകുട്ടികൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കും. അതിൻ്റെ പേരിൽ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ തന്നെ കൃഷ്ണകുമാർ ഇവരോട് വന്ന് മാപ്പ് പറയും. കാരണം നമ്മുടെ ഇമേജ് പോവുമല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പണം കൊടുക്കാതിരിക്കാമെന്ന് ഈ പെൺകുട്ടികൾ ചിന്തിച്ചിരിക്കണം. ഇതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുക. ഇതുകൊണ്ട് സമൂഹം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സ്ഥാപനം നടന്നു, ആ സ്ഥാപനത്തിൽ ജോലിക്ക് ഒരാളെ വെക്കുമ്പോൾ അവരെ വിശ്വസിച്ചാണല്ലോ ഇത് ഏൽപ്പിക്കുന്നത്. ആ വിശ്വാസ്യത കളങ്കപ്പെടുത്തരുത്. അത് ജോലി ചെയ്യുന്നവരും അത് മനസ്സിലാക്കണം. പിന്നെ ജോലിക്കാരോട് മാക്സിമം നല്ല രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് തൊഴിലുടമയും അത് പാലിക്കേണ്ടതാണ്. ഇവിടെ കബളിപ്പിക്കപ്പെട്ടപ്പോഴാണ്, അല്ലെങ്കിൽ കളവ് പിടിക്കപ്പെട്ടപ്പോഴായിരിക്കാം ഇവർ പ്രശ്നമുണ്ടാക്കിയത്. അതുവരെ വളരെ മാന്യമായിട്ടായിരിക്കണം പെരുമാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കൃഷ്ണകുമാർ അല്ലെങ്കിൽ കുടുംബം ഇതിൽ കുറ്റക്കാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.